നമ്മുടെ ദൈവം നമുക്ക് സ്വപ്നങ്ങളെ നൽകുന്നവനും ആ സ്വപ്നങ്ങളിൽ നമ്മളെ എത്തിക്കുന്നവനുമാണ്. ഓരോ സമയത്തും നമ്മളോട് സംസാരിക്കാൻ കർത്താവ് സ്വപ്നങ്ങളെ മാധ്യമമാകാറുണ്ട്. എന്നാൽ പല സ്വപ്നങ്ങൾ കാണുമ്പോഴും എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പലതും നമുക്ക് ഒരു യാതൊരുവിധ ഊഹാപോഹങ്ങളും ഇല്ലാതെ നമ്മൾ ആ കണ്ട സ്വപ്നങ്ങൾ ഓർത്തുകൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ ഉഴലുന്ന ഒരു ജീവ സാഹചര്യമുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ ശുശ്രൂഷ നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെക്കാം. കാരണം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഇത് നിങ്ങൾ കാണാൻ പോകുന്ന സ്വപ്നങ്ങളിൽ നിങ്ങൾക്കൊരു ഡിക്ഷണറി ആയിട്ട് ഇന്നത്തെ ഈ മെസ്സേജിനെ ഉപയോഗിക്കാം. കാരണം ഒരുപാട് പേരുടെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ ആശയങ്ങളെ മറ്റാർക്കും നൽകാതെ അവർക്ക് മാത്രമായി നൽകുവാനുള്ള സമഗ്ര പദ്ധതിയുടെ ഭാഗമായി ഇൻഡിവിജ്വലായി സ്വപ്നങ്ങൾ നൽകി തൻ്റെ ആലോചന അറിയിക്കുമ്പോൾ അത് മറ്റു പലരോടും ഷെയർ ചെയ്യരുത് എന്ന നിലയിലാണ് ദൈവം പലപ്പോഴും ഒരു വ്യക്തിക്കത് നൽകുന്നത്. എന്നാൽ അർത്ഥമറിയാൻ പറ്റാത്തതിൻ്റെ പേരിൽ പലരും അത് മറ്റു പലരോടും അത് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സങ്കടപ്പെടുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ആ ഒരു വേദനയ്ക്ക് ഉത്തരമായിട്ടാണ് പ്രവചനദൂതനിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ രാത്രിയിൽ മിനിമം ഒരു 3-4 സ്വപ്നങ്ങളെങ്കിലും കാണാറുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലതും മറന്നു പോകും, ചിലത് നമ്മൾ ഓർമ്മിച്ചിരിക്കും. ഇന്ന് മുതൽ നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കൊരു മുന്നറിയിപ്പായിരിക്കും. ദൈവം നിങ്ങളെ കൃത്യമായി ഡയറക്റ്റ് ചെയ്യുവാൻ കർത്താവ് നിങ്ങളോട് കൂടുതലായി അടുത്തിടപഴകുന്നു എന്ന ഉറപ്പ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ എന്തായാലും ഞാൻ എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും, പേടിക്കേണ്ടതേ, കർത്താവ് തൻ്റെ ആലോചന നിങ്ങൾക്ക് നൽകി തരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നത്. സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ ഇന്നത്തെ ഈ പ്രവചന ദൂതിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മുടെ വലിയവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത്: സ്വപ്നം കണ്ട് പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ അത് വിശ്വസ്തയോടുകൂടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എൻ്റെ യഹോവയുടെ അരുളപ്പാട്, എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അത്രേ. അങ്ങനെയാണെങ്കിൽ സ്വപ്നം കണ്ടവൻ ആ സ്വപ്നം ദൈവത്തിൻ്റെ ആലോചനയാണെന്നുള്ളതായി വിവേകബോധി പ്രാപിക്കണമെന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വിശുദ്ധ ബൈബിളിൽ നമ്മൾക്ക് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ സ്വപ്നങ്ങളുടെ ഒരു നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. ആ സ്വപ്നങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഓരോ ദൈവഭൃത്യന്മാരും, അബ്രഹാം ആയാലും യാക്കോബായാലും ശലോമോൻ ആയാലും ജോസഫ് ആയാലും ഫറവോ ആയാലും ഇങ്ങനെയുള്ള നിരവധി വ്യക്തികൾക്ക് അതിൻ്റെ ഇടപെടലുകൾ ലഭിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെയൊക്കെ ഗ്രന്ഥം വായിച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന നിലയിൽ ഈ ആത്മലോകം ഇത്രത്തോളം സ്വപ്നം എന്ന മാധ്യമത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ എന്നുള്ളതായ കാര്യത്തിൽ നമ്മൾ ആശ്ചര്യഭരിതരായി തന്നെ പോകും. എന്നാൽ പുതിയ നിയമം ആരംഭിക്കുമ്പോഴും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു കർത്താവ് ജനിക്കുവാനായി തിരഞ്ഞെടുത്ത വിശുദ്ധ യോസേഫ് പിതാവിൻ്റെയും വിശുദ്ധ മറിയത്തിൻ്റെയും കുടുംബ ബന്ധം, ആ ജീവിതത്തെ തകർത്ത് കളയുവാൻ ചില തെറ്റിദ്ധാരണകൾ അതിനിടയിൽ രൂപപ്പെടുവാൻ തുടങ്ങുന്ന സമയത്തും സ്വപ്നത്തിലൂടെയാണ് യോസേഫ് പിതാവിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിച്ചു നൽകുന്നത്. യേശുവിനെ ദ്രോഹിക്കുവാൻ രാജാവ് അണിയറയിൽ ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളതും സ്വപ്നത്തിൽ കൂടെ തന്നെയാണ് യോസേഫ് പിതാവിന് പരിശുദ്ധാത്മാവ് നിർദ്ദേശം നൽകിയത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പകർച്ച സഭാരൂപീകരണം ഭൂമിയിൽ നടന്നു കഴിഞ്ഞ ശേഷവും സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പൗലോസ്ലീഹായും പത്രോസ്ലീഹായും ഒക്കെ പ്രാപിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നിസ്സാരപ്പെട്ട സംഗതിയല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ പലതും, അതായത് വ്യക്തികൾ, മൃഗങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്, സംഖ്യകൾ കാണാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിലൂടെ എല്ലാം ദൈവം അർത്ഥമാക്കുന്നത്? നമുക്കൊന്ന് കേട്ടാലോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേൾക്കുക മാത്രമല്ല, നിങ്ങളിത് നോട്ട്ബുക്കിൽ എഴുതി വെക്കുവാൻ തയ്യാറാകണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിക്ഷണറി നിങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായാട്ടെ. കാരണം നിങ്ങളുടെ ആത്മീയ ജീവിതം വളരുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അത് നിങ്ങൾ ചെയ്താൽ എൻ്റെ ഇന്നത്തെ ശുശ്രൂഷ സഫലമായി. പ്രധാനമായും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കർത്താവ് നമുക്ക് നൽകുന്ന സ്വപ്നങ്ങളിൽ നമ്മൾ മൃഗങ്ങളുടെ കൂട്ടത്തിൽ സിംഹത്തെ കാണാറുണ്ട്. അപ്പോൾ സിംഹത്തെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പലരും ചോദിക്കാറുണ്ട്, പിശാചാണോ സിംഹമായി വരുന്നത്? കാരണം അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് വെച്ച് സിംഹം വരുന്നതായിട്ട് ബൈബിൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സിംഹം എന്ന നിലയിൽ ഞാൻ സ്വപ്നത്തിൽ ഈ മൃഗത്തെ കണ്ടാൽ എന്താണ് അതിൽ അർത്ഥമാക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, സിംഹം ലോകരാജ്യങ്ങളിലും, അതായത് സ്പിരിച്വൽ ഫീൽഡിലും സെക്യുലർ മേഖലയിലും അധികാരത്തെയും രാജകീയതയും കാണിക്കുന്ന ഏറ്റവും ശക്തമേറിയ പ്രതീകമാണ് സിംഹം എന്ന് പറയുന്നത്. അപ്പോൾ യേശു കർത്താവിനെ യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്നാണ് വിശുദ്ധ ബൈബിൾ വിളിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് ലഭിക്കുന്ന സ്വർഗീയ ദർശനത്തിൽ ഈ കാര്യം പ്രത്യേകമായി പ്രതിപാദിക്കപ്പെടുന്നു. യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവരെ കരുത്തിൽ നിന്ന് മുദ്ര വാങ്ങുവാനും
അത് പൊട്ടിക്കുവാൻ, അതിൽ എടുത്തു വായിക്കുവാൻ തക്കവിധം യോഗ്യനായി ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു. അപ്പോൾ ജയാളിയായ സിംഹമായി വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെയാണ് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ സിംഹത്തെ നിങ്ങൾ കണ്ടാൽ അത് നിങ്ങൾ കൂടുതൽ ശക്തരാകാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ്. നിങ്ങളെ ദൈവം രാജകീയമായി ആദരിക്കാൻ പോകുന്നു എന്നതിൻ്റെ ഏറ്റവും ശക്തമേറിയ ഒരു തെളിവായിട്ടാണ് നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആഴമേറിയ ഇടപെടൽ നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നിങ്ങളൊരു ജീവിതത്തിൽ വലിയ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലായിരിക്കാം നിൽക്കുന്നത്. അങ്ങനെ എന്ന് തീരുമെന്ന് അറിയാൻ വയ്യാത്ത കുറേയധികം പ്രോബ്ലങ്ങളുടെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോഴും ഒരു സിംഹത്തെ നിങ്ങൾ സ്വപ്നം കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അതിൻ്റെ തൊട്ടപ്പുറത്ത് ദൈവം നിങ്ങൾക്ക് രാജകീയമായൊരു വരവേൽപ്പാണ് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ വിധത്തിലുള്ളതായ സ്വപ്നങ്ങളിലൂടെ സ്വർഗീയമായ ഒരു ഉയർച്ചയ്ക്ക് ദൈവം തിരഞ്ഞെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. രണ്ടാമത്, സർവ്വസാധാരണമായി ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ലോകത്തിലെ സ്വപ്നങ്ങളെ വാല്യൂ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലായി ആൾക്കാർ കാണാറുള്ള ഒരു രൂപം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ജന്തുവാണ് പാമ്പെന്ന് പറയുന്നത്. അത് ഭയത്തിൻ്റെ ഭാഗമായി എല്ലാവരും കാണാറുണ്ട്. രാത്രിയിൽ പാമ്പഴയുന്നു, പാമ്പ് ദേഹത്ത് കയറുന്നു, അല്ലെങ്കിൽ പാമ്പിനെ കൊത്താൻ വരുന്നു എന്നിങ്ങനെയൊക്കെയുള്ളതായ പല വിധത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ട് പലരും ഞെട്ടി ഉണരാറുണ്ട്. പിന്നെ ഉറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായി പോയി ഒരുപാട് പേർ എൻ്റെ പ്രാർത്ഥിക്കാൻ പോലും വന്നിട്ടുണ്ട്. അപ്പോൾ പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വിശുദ്ധ ബൈബിളിൽ പാമ്പ് വെളിപ്പെടുന്നത്, സർപ്പം വെളിപ്പെടുന്നതൊക്കെയും വഞ്ചനയുടെ പ്രതീകമായിട്ടാണ്, പൈശാചികതയുടെ പ്രതീകമായിട്ടാണ് വെളിപ്പെടുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ സാന്നിധ്യം, ഒരു ചതി നമുക്ക് എവിടെയോ രൂപപ്പെടുന്നു എന്നതിൻ്റെയും ശത്രു സാന്നിധ്യം നമ്മുടെ ജീവിതത്തോട് അടുത്ത് കയറി വരുന്നു എന്നതിൻ്റെയും തെളിവാണ് ഈ പറയപ്പെടുന്ന സർപ്പത്തെ സ്വപ്നം കാണുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, സർപ്പം എന്ന് പറയുന്ന ജന്തുവിനെ കൗശലത്തിൻ്റെ പ്രതീകമായിട്ടാണ് ബൈബിൾ വിലയിരുത്തുന്നത്. അപ്പോൾ തന്ത്രപ്രധാനമായി, അതായത് നമ്മൾ വിശ്വസിക്കുന്ന വ്യക്തികൾ നമ്മളെ ചതിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ കാണുന്ന ഈ പാമ്പെന്ന് പറയുന്ന ജന്തുവിൻ്റെ സ്വപ്നം. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇങ്ങനെയൊരു സംഗതി നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അറിയേണ്ട കാര്യം, നേരിട്ടൊരു പാമ്പ് വന്ന് നിങ്ങളെ കൊത്താൻ പോകുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ കിട്ടി കടിക്കും. അവരുടെ വായിൽ നിന്ന് നിങ്ങൾ വിചാരിക്കാത്ത കാര്യം നിങ്ങൾക്കെതിരെ അവർ പറഞ്ഞു പരത്തിയിരിക്കും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. രണ്ട്, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം ചെലവഴിക്കുന്ന വ്യക്തികൾ, അതൊരു സ്ത്രീയോ പുരുഷനോ, എതിർലിംഗത്തിൽപ്പെട്ട ഒരാളെ നിങ്ങൾ കാണുന്നു. ആ എതിർലിംഗത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ അവിടെ ഒരു സർപ്പ സാന്നിധ്യം നിങ്ങൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം അതിനിടയിൽ സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്, അതായത് കാമത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വിവാഹേതര ലൈംഗിക വേഴ്ചയ്ക്കുള്ളതായ സാധ്യതകൾ അവിടെ രൂപപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി വേഗം തന്നെ ഒഴിഞ്ഞു മാറുവാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലൊരു ഒരു ജന്തു ചുറ്റി വരിയുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർക്ക് ഈ നാഡീ സംബന്ധമായ രോഗങ്ങൾ, അതായത് ശരീരത്തിന് ബലഹീനത ഉണ്ടാകുന്ന തരത്തിലുള്ളതായ രോഗങ്ങൾ ഉണ്ടാകാനുള്ളതായ സാധ്യത. പിന്നെ രണ്ടാമത്, ഈ ത്വക്ക് ചർമ്മരോഗങ്ങൾ പോലെയുള്ളതായ രോഗങ്ങളുടെ ഒരു വല്ലാത്ത സാധ്യത അവരുടെ മേലുണ്ട്. മൂന്ന്, ഒരു വ്യക്തിക്ക് മീതെ സർപ്പം തല ഉയർത്തി നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉയർച്ച തടയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, മറ്റൊരു നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ഒരു ജന്തുവുമായി ബന്ധപ്പെട്ട്, സർപ്പവുമായി ബന്ധപ്പെട്ട്, പാമ്പുമായി ചേർന്ന് ഒരുപാട് അർത്ഥങ്ങൾ ദൈവവചനത്തിൽ നിന്ന് തന്നെ പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി തോന്നും. നിങ്ങൾ ഒട്ടും പേടിക്കേണ്ടതില്ല. കാരണം യേശു പറഞ്ഞ വാക്കാണ് ഇവിടെ നമുക്കൊരു ബലം. എന്താണ് കർത്താവ് പറഞ്ഞത്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. അതുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ നമുക്കതിനെ ജയിപ്പാൻ കർത്താവ് നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. നമ്മൾ മനഃപൂർവ്വ ചതിയിൽ വീഴാതെ നമ്മളെ തന്നെ കൃപയിൽ സൂക്ഷിപ്പാൻ തയ്യാറാണെങ്കിൽ ഒരു ദോഷവും ദൈവത്തിൻ്റെ മുന്നിൽ നിനക്ക് വരില്ല. അതുകൊണ്ട് ഇന്ന് ഈ കാണുന്ന ഈ പ്രയാസങ്ങളെ ഒന്നും പേടിക്കേണ്ട. ഇതൊരു സൂചനയാണ്, മുന്നറിയിപ്പ് മാത്രമാണ്. മറ്റൊരു ഉദാഹരണമാണ് തേള്. തേളിനെ സ്വപ്നം കണ്ടാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? എട്ടുകാലി, തേള് തുടങ്ങി വിഷമുള്ള മറ്റ് ക്ഷുദ്രജീവികളെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞതിനകത്ത് തന്നെയുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ചെയ്ത്തു ദോഷങ്ങളുടെ സ്വാധീനങ്ങൾ, അതായത് മാന്ത്രിക ദോഷങ്ങൾ പോലെയുള്ളതായ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരെ മറ്റു മേഖലകളിൽ നിന്നും പ്രവർത്തിക്കുന്നു, അത് രൂപപ്പെടുന്നു എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇരിക്കുന്ന കസേരയിൽ ഒരാൾ തേളിനെ കൊണ്ടുപോയി ഇടുന്നതായിട്ട് പണ്ടൊരാൾ സ്വപ്നം കണ്ടത് ഞാൻ ഓർക്കുന്നു. ആ സ്വപ്നം, ആ പൊസിഷന് വേണ്ടി പിടിവലി കൂടുന്ന കുറേ അധികം ആൾക്കാർ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയും കൊണ്ടൊന്ന് മാറ്റാൻ അദ്ദേഹത്തിൻ്റെ കസേരയിൽ തേളിനെ കൊണ്ടുപോയി ഇടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, നേരിട്ടുള്ള ആക്രമണമല്ല, തേള് വാലിന് കുത്തുന്ന ജീവിയാണ്.
മുമ്പിൽ അവൻ തല കാണിച്ചു നിന്നാലും വാലിൽ പുറകേതേ കുത്തുകയുള്ളൂ, പുറകെ നിന്ന് ചതിക്കും. അത് മാത്രമല്ല, ഇതൊരു മാന്ത്രിക ദോഷമുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആ ചെയർ തപ്പുമ്പോൾ ആ കസേരയുടെ കുഷ്യൻ്റെ താഴെ അദ്ദേഹത്തിന് തൻ്റെ പേരെഴുതി കെട്ടിവെച്ചിരിക്കുന്ന കുറേ മാന്ത്രിക ദോഷ സാമഗ്രികൾ അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഒരു തെളിവാണ്. നമ്മൾ അവിടെ ഇരുന്ന് നശിച്ചു പോകാതിരിക്കാൻ, പലതിനകത്തുനിന്ന് ഒഴിവുണ്ടാകാൻ കർത്താവ് നമുക്ക് മുൻകൂട്ടി പല കാര്യങ്ങളും കാണിച്ചു തരും. ഇന്ന് ഈ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമ്മൾ പലരും ഉറങ്ങുമ്പോൾ ചെമ്മരിയാടിനെ സ്വപ്നം കാണാറുണ്ട്. ഇത് നിർമ്മലതയെ കാണിക്കുന്നതാണ്, ആട് നിഷ്കളങ്കതയെ കാണിക്കുന്നതാണ് വിശുദ്ധ ബൈബിളിൻ്റെ പ്രതീകമായിട്ട്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആട്ടിൻ കൂട്ടമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആട്ടിൻ കൂട്ടത്തിലേക്ക് ചെന്ന് കയറുന്നു എന്ന് പറഞ്ഞാൽ, ദൈവം നിങ്ങളെ ഒരു മനുഷ്യരൂപത്തിലാണ് ആട്ടിൻകൂട്ടത്തിലേക്ക് നിങ്ങൾ ചെന്ന് കയറുന്നത് നിങ്ങൾ കാണുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല, നിങ്ങൾ ആട്ടിൻകൂട്ടമായിട്ട് തന്നെ അതിനോട് കൂടെ ചേരുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, നിങ്ങൾ വിശുദ്ധരായ ഒരു കൂട്ടം ആൾക്കാരുടെ ഒപ്പം ചേരാൻ പോകുന്നു. ആത്മീയമായ നിങ്ങളുടെ സ്റ്റാറ്റസ് ദൈവം ഉയർത്താൻ പോകുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ പറയുന്നു, യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. അപ്പോൾ ആട്ടിൻകൂട്ടത്തെ കണ്ടാൽ നല്ല ഇടയന്റെ പരിപാലനം നമ്മുടെ ജീവിതത്തോട് വളരെ അടുത്തു വരുന്നു എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ അഗാധമായ പരിപാലനം നിങ്ങളുടെ എല്ലാ ജീവിത മേഖലകളിലും അനുഭവിക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അടുത്ത ജീവി കഴുകനാണ്. കഴുകൻ എന്ന് പറയുന്ന ജീവിയെ സ്വപ്നം കാണുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കിക്കോണം. നിങ്ങളിപ്പോൾ തകർച്ചയിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിന് ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളതാണ് കാണുന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ ഉയർന്നു വരും. അതായത് പപ്പും തൂവലും ചിറകുകളും നഖങ്ങളും എല്ലാം പോയാലും, ചുണ്ടുകൾ പാറയിൽ ഉരസി ഒടിച്ചു കളഞ്ഞാലും, നവജീവൻ പ്രാപിച്ചു ഉദ്ധാരണം ഏറ്റെടുത്ത് ഉയരുന്ന ഒരു കഴുകനെ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു റിവൈവൽ സംഭവിക്കും. നിങ്ങൾ പിന്നെയും ഒരു രണ്ടാം ഭാവത്തിലേക്ക് തിരിച്ചു വരുമെന്നതാണ് ഈ കഴുകനെ സ്വപ്നം കാണുന്നതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴുമെങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അപ്പോൾ ചില മേഖലകളിലേക്ക് ശക്തിയോടെ ചിറകടിച്ച് കയറാനുള്ളതായ ഒരു മുന്നൊരുക്കം തുടങ്ങിക്കൊള്ളുക. കർത്താവ് നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോകുന്നു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കഴുകനെ കാണുന്നത്. കാക്കക്കൂട്ടങ്ങളെ പലരും സ്വപ്നം കാണാറുണ്ട്. നിൽക്കുന്നയിടത്ത് കലവില ശബ്ദത്തോടു കൂടെ ഓടിയെത്തുന്ന കാക്കക്കൂട്ടങ്ങൾ, അതൊരു ദേശത്തുണ്ടാകുന്ന എതിരിനെ കാണിക്കുന്നതാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വിരോധമായി മനുഷ്യർക്കിടയിൽ വിദ്വേഷങ്ങൾ ഉണ്ടാകുമെന്നും ഒരു നാട് നമുക്ക് നേരെ എതിരാകുന്ന വിധത്തിലുള്ള ചില സാഹചര്യങ്ങൾ നമുക്ക് നേരെ, കാക്കക്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ, കാക്കകൾ കൂട്ടത്തോടെ ഒച്ച വെക്കുന്നതായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതൊരു അശുഭ ലക്ഷണമാണ്, നല്ലതല്ല ആ ലക്ഷണം. മുൻപ് പറഞ്ഞതിൽ ചിലത് നല്ലതാണ്. തേളിൽ പാമ്പിനെ കാണുന്നത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. സിംഹത്തെ കണ്ടാൽ, ചെമ്മരിയാടിനെ കോലാടിനെയൊക്കെ നമ്മൾ കാണുമ്പോൾ അതൊരു നല്ല സ്വപ്നമാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ പറയപ്പെടുന്ന കാക്കക്കൂട്ടങ്ങളെ കാണുമ്പോൾ അത് പൊതുജനത്തിനിടയിൽ നിന്ന് നമുക്ക് നേരെ ഉണ്ടാകാൻ പോകുന്ന വലിയ സമ്മർദ്ദത്തെയാണ് നമ്മൾ കാണുന്നത്. ദേശത്ത് നിന്ന് ഉണ്ടാകുന്ന മനുഷ്യരുടെ രൂപത്തിൽ ഉയർന്നു വരുന്ന എതിരികളെ, വഴക്കുകളെ, കലഹങ്ങളെയാണ് പരിശുദ്ധാത്മാവ് അതിലൂടെ നമുക്ക് ബോധവൽക്കരിച്ച് തരുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിശ്ചയമായും നിങ്ങൾ ഈ കാര്യമൊന്ന് മനസ്സിൽ വെക്കുക. കരടിയെ ചില സ്വപ്നം കാണും. കരടിയെ തന്നെ ആകണമെന്നില്ല, കറുത്ത സ്വത്വം പോലെയുള്ളതായി ദേഹം മുഴുവൻ രോമാവൃതത്താൽ നിറയപ്പെട്ടതായി ജീവി. പ്രിയപ്പെട്ടവരെ, ഇത് പലപ്പോഴും കുടുംബ പരമ്പരകളിൽ പലരും സേവയെടുത്ത് ആരാധിക്കുന്ന പല അന്യായ മൂർത്തികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത് വിശ്വാസ മാർഗത്തിലേക്ക് പലരും കടന്നുപോയി കഴിയുമ്പോഴും അതുമായിട്ടുള്ള ഉടമ്പടി പുതുക്കേണ്ട സമയങ്ങൾ എത്തുമ്പോൾ ആ കുടുംബത്തിൽ ആരും അതിന് തയ്യാറാകാതിരിക്കുമ്പോൾ ഒരേ ഫാമിലിയിലെ പലർക്കും ഇതുപോലെയുള്ളതായ സ്വപ്നങ്ങൾ കാണാൻ കഴിഞ്ഞെന്ന് വരാം. കാരണം അത് റിമൈൻഡ് ചെയ്യുന്നതാണ്, ആ സ്വപ്നം ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. കാരണം അങ്ങനെയുള്ളതായ സ്വപ്നങ്ങളുടെ പുറകിൽ ഞങ്ങൾ നിങ്ങളുമായൊരു ബന്ധത്തിലാണ്, ഒരു കരാറിലാണ്. കരാറിൽ ഞാൻ നിങ്ങളുടെ അത് പുതുക്കേണ്ട സമയം എത്തിയിരിക്കുന്നത് ഓർമ്മിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന നിലയിലാണ് ഇങ്ങനെയുള്ളതായ പലതും കടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി പലർക്കും വീസിങ് പ്രോബ്ലങ്ങൾ ഉണ്ടാകാറുണ്ട്. പലർക്കും നേർന്ന് കിടക്കാൻ വയ്യാത്ത വിധത്തിലുള്ളതായ ശാരീരിക അസ്വസ്ഥതകൾ പലരും പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുരാതനമായിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്കകത്ത് രൂപപ്പെട്ട് കിടക്കുന്ന ഒരു ഇരുട്ടിൻ്റെ സ്വാധീനമാണെന്നുള്ളതായ തിരിച്ചറിവ് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളതിനെ കണ്ടാൽ അത് കണ്ട് ഭയപ്പെടേണ്ടതില്ല. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വ്യർത്ഥവും ദോഷങ്ങൾ നിറഞ്ഞതുമായ എല്ലാ പിതൃ പാരമ്പര്യങ്ങളിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹമായ രക്തമാണ്. ആ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകും. കർത്താവ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇനി ഈ ജീവജാലങ്ങളുടെയും ജന്തുക്കളുടെയും എല്ലാം കാര്യം വിട്ടിട്ട് നമ്മൾ ചില വസ്തുക്കളെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ, ഉദാഹരണം കിരീടം, ക്രൗൺ സ്വപ്നം കാണുന്നത് ഭയങ്കരമായ സന്തോഷകരമായ പ്രതീക്ഷ നമുക്ക് നൽകുന്നതാണ്. കാരണം
ദൈവവചനത്തിൽ ക്രൗൺ എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന ഒരു ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങളും പരീക്ഷകളും നേരിടുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. കണ്ടോ? അപ്പോൾ ക്രൗൺ നമ്മൾ കാണുമ്പോൾ ജീവിതത്തിലെ പരീക്ഷകൾക്ക് അപ്പുറത്ത് ജയം യേശുവിനോടുള്ള സ്നേഹത്താൽ നാം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെക്കുന്നത് ജീവകിരീടമാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു അധ്യാപകൻ പണ്ട് പറഞ്ഞത്, ജീവകിരീടം ജീവിതത്തിൽ തന്നെ വെളിപ്പെടുന്നു. അപ്പോൾ ഈ ലോക ജീവിത കാലഘട്ടത്തിൽ തന്നെ ക്രിസ്തുവിലെ നിത്യജീവൻ കരഗതമാക്കിയ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ശ്രേയസ് വെളിപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ഒരു കിരീടം ഈ ദിവസങ്ങളിൽ സ്വപ്നം കാണുന്നെങ്കിൽ സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊള്ളുക. രണ്ടാമത്, ഒരു പെൺകുട്ടിയാണ് ഒരു കിരീടം കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവിവാഹിതയാണ്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ദൈവം പെട്ടെന്ന് തന്നെ ഒരു നല്ല മംഗല്യം ഒരുക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരുന്നത്. അത് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആരെ വിവാഹം കഴിക്കുമെന്നത് കർത്താവ് എനിക്ക് കാണിച്ചു തരണമേ എന്നുള്ളത് അതിൻ്റെ പാർട്ട് ബി ആയിട്ട് കാണേണ്ടതിനോട് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി നിങ്ങളുടെ തലയിൽ ആ കിരീടം വെക്കുന്ന വ്യക്തിയെ നിങ്ങൾ കാണും. ആമേൻ. മൂന്നാമതായി, ഈ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് രണ്ടാമതായി ഞാൻ പറയട്ടെ, നമ്മൾ താക്കോൽ കൂട്ടങ്ങൾ സ്വപ്നങ്ങൾ. താക്കോൽ കൂട്ടങ്ങളോ നമുക്കറിയാം, അതും ഒരു പുതുമയുടെയും സന്തോഷത്തിൻ്റെയും ഭദ്രതയുടെയും അധികാരത്തിൻ്റെയും എല്ലാം ചിഹ്നമാണ്. അപ്പം അധികാരം, നിങ്ങൾക്കൊരു പദവി, ഒരു പവർ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്, ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ വരുമെന്നുള്ളതാണ് കീ. നിങ്ങൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അർത്ഥം. രണ്ടാമതായി, താക്കോൽ കണ്ടാൽ അടഞ്ഞുപോയ ചിലത് ദൈവം തുറക്കുവാൻ പോകുന്നു എന്നതിൻ്റെ ശക്തമായ തെളിവായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇനി വസ്ത്രം കണ്ടാൽ അതിൻ്റെ അർത്ഥം, വെള്ള വസ്ത്രമാണ് കാണുന്നതെങ്കിൽ, വെളുത്ത തുണി വിശുദ്ധ ബൈബിളിൽ നീതിയുടെയും വിശുദ്ധിയുടെയും തെളിവായിട്ട് വെളിപ്പാട് പുസ്തകം 7:14 നമുക്ക് കാണാൻ കഴിയുന്നു. കയ്യിൽ ഒരു വാള് ലഭിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? വാള് ദൈവവചനത്തെ കാണിക്കുന്നതാണ്. ആത്മീകമായ അധികാരവും അപ്പോൾ തന്നെ ഒരു സ്പിരിച്വൽ വാർത്ത, ആത്മീക യുദ്ധത്തിൽ നിങ്ങൾക്ക് ആയുധ കൈമാറ്റം സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്നു. നിങ്ങൾ വിജയിക്കാൻ പോകുന്നു. നിങ്ങളെ ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം നിങ്ങൾക്കൊരു ആയുധം തരുന്നു എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 6:17 ദൈവത്തിൻ്റെ വചനം എന്ന ഭാഗം. ആമേൻ. അപ്പോൾ തന്നെ നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ കാണുന്നത് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും നിറഞ്ഞതും ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന വാള് ഈ ദിവസങ്ങളിൽ ഏറ്റെടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളുക. ഇനിയും ഇതുമായിട്ട് ഒത്തിരി പറയാനുണ്ടെങ്കിലും ഇനിയും നമുക്ക് ഈ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയപ്പെടാം. നമ്മളിപ്പോൾ പക്ഷി, മൃഗജാതി, ഇഴജന്തു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. രണ്ടാമതായി, നമ്മൾ ചില എലിമെൻറ്റുകൾ കണ്ടാൽ, വസ്തുക്കൾ കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിറഞ്ഞിരിക്കുന്നൊരു കുടം കണ്ടാൽ എന്താ അതിൻ്റെ അർത്ഥം? നിറഞ്ഞിരിക്കുന്ന കുടം സമൃദ്ധിയെ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഇന്ന് വരെ അനുഭവിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന നന്മ കൂടുതലായി ലഭിക്കുന്നു എന്നത് തന്നെയാണ് എൻ്റെ അർത്ഥം. ദൈവം നിങ്ങളെ പോഷിപ്പിക്കും എന്നതിൻ്റെ തെളിവായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. കറ്റ, നല്ല വിളഞ്ഞു കിടക്കുന്ന കറ്റ അറുത്തെടുത്തിട്ട് നിങ്ങളുടെ തലയിൽ വെച്ച് തരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേലുള്ളതായ ഒരു ആത്മീക ഉത്തരവാദിത്വത്തിൻ്റെ തെളിവായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. പറന്നു പോകുന്ന പക്ഷികളുടെ കൂടെ നിങ്ങൾ പറക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ വേഗത വർദ്ധിക്കും, നിങ്ങൾ സഞ്ചാരിയായി തീരുമെന്നതിൻ്റെ തെളിവായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഉന്നതം, അതായത് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞതുപോലെയുള്ളതായ ഉയരങ്ങളിലുള്ളതായ യാത്രാമണ്ഡലങ്ങളെയാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രം ഇങ്ങനെ മെല്ലെ അണയുന്നതായിട്ട് കണ്ടാൽ അത് മനസ്സിലാക്കേണ്ടത് ശോഭിതമായി നിൽക്കുന്ന ചിലർ മങ്ങാൻ പോകുന്നു എന്നതാണ്. അതിൻ്റെ താഴെ നിങ്ങൾ ആരെ കാണുന്നു എന്നത് നോക്കിക്കോണം. ആ സ്വപ്നത്തിൽ നിങ്ങൾ വ്യക്തികളെ കാണും. ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭംഗിക്ക് കേടുവരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ആ കാണുന്ന സ്വപ്നത്തിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ സ്വപ്നത്തിൽ നമ്മൾ സ്ഥലങ്ങൾ കണ്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം? സ്ഥലങ്ങൾ, അതായത് പർവ്വതം എന്ന് പറയുന്നത് ഉയർന്നൊരു സ്ഥലമാണ്. ഭൂമിയിലെ ഉയർന്ന സ്ഥലങ്ങൾ, പർവ്വതങ്ങൾ കണ്ടാൽ ദൈവവുമായി നിങ്ങൾക്ക് അസാധാരണമായൊരു ബന്ധം ഫോം ചെയ്യപ്പെടാൻ പോകുന്നു എന്നതിന് തെളിവായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. കാരണം ദൈവസന്നിധിയിലുള്ള ഒരു ഉയർന്ന അനുഭവമാണ് അത് കാണിക്കുന്നത്. മോശ, ഏലിയാവ്, നോഹ,
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ഇവരെല്ലാം പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനകളും ശുശ്രൂഷകളും യാഗങ്ങളും എല്ലാം നിർവഹിച്ചവരാണ്. യേശു പർവ്വതമുള്ള യാഗം തൻ്റെ തന്നെ ശരീരമെന്ന വിശുദ്ധയാഗമാണ് ഗൊൽഗോഥ മലയിൽ നടത്തിയത്. അപ്പോൾ ഈ വിധത്തിൽ പർവ്വതങ്ങൾ പലപ്പോഴും ഉന്നതമായ ആത്മീക സാക്ഷ്യത്തെയും ദൈവാനുഭവത്തെയും ദൈവത്തോട് അടുപ്പത്തെയും പ്രതിദാനം ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നദിയും വെള്ളവും കണ്ടാൽ അത് പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ദാഹിക്കുന്ന ഏവനും എന്നിൽ നിന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. അപ്പോൾ ജീവസമൃദ്ധി, ആത്മീകമായ സമ്പത്താണ് നമ്മളതിൽ കാണുന്നത്. മരുഭൂമിയാണ് അതിൽ കാണുന്നതെങ്കിൽ ജീവിതം ഒരു വരൾച്ചയിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ലൈഫിൽ ഒരു ആത്മീക പരീക്ഷണം നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് ഒരു തയ്യാറെടുപ്പിന് ഒരുങ്ങണമെന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. വീടാണ് കാണുന്നതെങ്കിലും വീട് സ്വസ്ഥതയുടെ തെളിവാണ്. ഒരു അഡ്രസ്സിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ തെളിവാണ്. ഭവനം അതെപ്പോഴും നന്മയുടെ പുതിയ തുടക്കത്തിൻ്റെ തെളിവായിട്ടാണ് കർത്താവ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ആന്തരിക അവസ്ഥ, അതിന് മേൽ വ്യാപരിക്കുന്ന അനന്തമായ സമാധാനമായി നമുക്ക് ഭവനത്തെ ദർശിപ്പാൻ കഴിയും. ഇനിയും സ്വപ്നം കാണുന്ന സമയത്ത് ഈ എലമെൻറ്റുകളെല്ലാം അറിഞ്ഞ മനുഷ്യരെ, നമുക്ക് പരിചയമുള്ള ആൾക്കാരെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങളെക്കുറിച്ച് കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പറയുന്നു. നമുക്കറിയത്തില്ല, നമ്മൾ അവരുടെ എന്നോടൊക്കെ നമ്മളോട് പറഞ്ഞു, നമ്മൾ സ്വപ്നം കണ്ടു, പക്ഷെ നമുക്കൊന്നും ഓർമ്മയില്ല. മനസ്സിലാക്കിക്കൊള്ളണം, ഈ വ്യക്തികളുമായിട്ടുള്ള ഇടപെടലിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ജാഗ്രത വേണം. അവരുമായിട്ട് നടത്തുന്ന ഫോൺ സംഭാഷണങ്ങളായാലും ഏത് രീതിയിലുള്ളതായ കോൺവെർസേഷൻസ് ആയാലും അതിനകത്ത് ശ്രദ്ധ പുലർത്തണമെന്നാണ് കർത്താവ് നമ്മളോട് അതിലൂടെ സംസാരിക്കുന്നത്. നിങ്ങളുടെ ബന്ധങ്ങളെയാണ് ദൈവം തൊടാനാക്കുന്നത്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൃത്യമാംവിധം ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പിടിച്ചുകൊള്ളണം. പ്രിയപ്പെട്ടവരെ, പരിചയമില്ലാത്തവരെ കണ്ടാൽ എന്താ ഇതിൻ്റെ അർത്ഥം? പരിചയമില്ലാത്തവർ പുതിയ ഓപ്പണിംഗ്, അപരിചിതരായ മനുഷ്യർ, പുതിയ സ്ഥലങ്ങൾ, പുതിയ ബന്ധം, പുതിയ ഇടങ്ങളിലേക്കുള്ളതായ കണക്ഷൻസ്, ഇതെല്ലാം കാണിക്കുന്നതാണ്. പുതിയൊരു ദിശ നമ്മുടെ ലൈഫിൽ തുറക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ്. നമ്മൾ ദൂതന്മാരെ സ്വപ്നം കണ്ടാൽ നിങ്ങൾക്കറിയാം, യേശുവിനെ സ്വപ്നം കണ്ടാൽ അതും നിങ്ങൾക്കറിയാം. ഇതൊക്കെ ഏറ്റവും പോസിറ്റീവായിരിക്കുന്ന സ്വപ്നങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പറഞ്ഞ് ദൈർഘ്യം കൂടി പോകാതിരിക്കാൻ ഇവിടെ കൊണ്ട് ഇത് നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിത് എഴുതി വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ബൈബിളിനോട് കൂടെ ഇത് എഴുതിയ നോട്ട്ബുക്ക് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പാർട്ട് 2 വീഡിയോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് വളരെ അനിവാര്യമാണ്, വളരെ 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 അനിവാര്യമാണ്. അതുകൊണ്ട് നമുക്കിത് വളരെ പ്രാപിക്കേണ്ടതായിട്ട് തന്നെയുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, ഈ ദിവസങ്ങളിൽ ഒരുപാട് പേരുടെ ജീവിതത്തിനകത്ത് ദൈവം തൻ്റെ ഇൻഫോർമേഷൻ കൃത്യമാംവിധം സ്വപ്നങ്ങളിലൂടെ നൽകുന്നത് ഞാൻ അറിയുന്നു. നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ വെറുതെ വന്നതല്ല, ചുമ്മാ വരുന്നതല്ല. നമ്മുടെ മനസ്സ് നമ്മളെ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലുപരി കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന സ്വപ്നങ്ങൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഞാൻ കാണുന്ന സ്വപ്നം ദൈവത്തിൽ നിന്നുള്ളതാണ്, പിശാചിൽ നിന്നുള്ളതാണ്. ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞ ശേഷം ആത്മീകമായി ഭയങ്കര അസമാധാനമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ, സംഘർഷമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ ആ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് പലപ്പോഴും ആ സ്വപ്നങ്ങളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന ഉറവിടങ്ങൾ നല്ലതാകില്ല. എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ ചില പ്രിയപ്പെട്ടവർക്കുണ്ടാകാൻ പോകുന്ന അനർത്ഥങ്ങൾ സ്വപ്നം കണ്ടാൽ, ചിലരുടെ മരണം നമ്മൾ സ്വപ്നം കണ്ടാൽ, നമ്മുടെ ചില പ്രിയപ്പെട്ടവർ അരികിൽ മരിച്ചുപോയവർ വന്ന് നിൽക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, വളരെ വ്യക്തമായിട്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് ദൈവത്തിൽ ഉപവസിച്ചതിന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നൊരു ദേവദാസനാണ് ഞാൻ. കാരണം അത് സാധാരണ നിലയേക്കാൾ അപ്പുറത്ത് പ്രാധാന്യം അർഹിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിധേയപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം ചില ചലഞ്ചുകൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ മാറാത്ത ചില ചലഞ്ചുകൾ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളൊരു തെളിവാണത്. പ്രാണന് ദോഷം വരുന്ന വിധത്തിൽ, ആരോഗ്യം ക്ഷയിക്കുന്ന വിധത്തിൽ, നന്മകൾക്ക് കോട്ടം വരുന്ന വിധത്തിൽ നമ്മൾ എന്ത് കണ്ടാലും ദൈവസന്നിധിയിൽ ഒരുപാട് വീണോണം. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മളൊരു കാര്യം അറിയിക്കുന്നുണ്ടെങ്കിൽ അത് നീക്കുപോക്കുള്ള കാര്യമാണ്. രക്തം സ്വപ്നം കണ്ടാൽ പ്രാർത്ഥിച്ചിരിക്കണം. മരണം, ശവപ്പെട്ടി, മരണം, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ കണ്ടാൽ പ്രാർത്ഥിച്ചിരിക്കണം. കോരിച്ചൊരിയുന്ന ഇടിയുമുള്ള കറുത്ത അന്തരീക്ഷത്തിൽ, അതായത് ഇരുണ്ട അന്തരീക്ഷത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് നിങ്ങൾ നനഞ്ഞ് യാത്ര ചെയ്യുന്നതോ കൊടുങ്കാറ്റ് വീശുന്നതോ പോലെയുള്ളതായ സാഹചര്യങ്ങൾ, ഇവൻറ്റുകൾ സ്വപ്നം കണ്ടാൽ അത് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ സംഘർഷങ്ങളുടെ തെളിവാണ്. അതുകൊണ്ട് അതൊക്കെയും കർത്താവ് മുൻകൂട്ടി കാണിച്ചു തരുന്നത് പ്രാർത്ഥിച്ച ആ വിഷയത്തിന്മേൽ ഒഴിവൊഴിവ് പ്രാപിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിനാലാണ്. അപ്പോൾ കർത്താവ് ഇതെന്തുകൊണ്ട് നൽകുന്നു? സ്വപ്നം കാണിക്കുന്നത്
തൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് തൻ്റെ വിശ്വസ്തതയുടെ ഭാഗമായി കാര്യങ്ങൾ മുന്നറിയിച്ച് നൽകണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് ചിലത് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഏതൊരു വിഷയത്തിനും നീക്കുപോകുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കും. നമ്മൾ ഭൂരിപക്ഷ ആൾക്കാരും തങ്ങളുടെ ഉറക്ക നേരങ്ങളിൽ ദുർസ്വാധീനങ്ങളെ, പ്രേതങ്ങളെ, ദുരാത്മാക്കളെ സ്വപ്നം കാണാം. അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സ്വപ്നമല്ല സംഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. പലപ്പോഴും ആ ഇവൻ്റ് തന്നെയാണ് നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ ആ സമയം ആ പ്രശ്നത്തെ തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യം വിശദീകരിക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനത് മറ്റൊരു എപ്പിസോഡിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇന്ന് 1-2 കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വ്യക്തമായി ഉറപ്പിച്ചു നൽകുന്നു. നിൻ്റെ ഉറക്കം ദൈവത്തോടു കൂടി ആയിരിക്കണം. നമ്പർ 1. രണ്ടാമത്, കിടക്കുന്ന കട്ടിലിനെ കുടഞ്ഞു വിരിച്ച് ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്ത് കൃത്യമായി നിങ്ങളതിനെ ക്രമീകരിക്കുന്നതിനോടൊപ്പം പ്രാർത്ഥിച്ച് നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ കട്ടിലിനെ അല്പം അഭിഷേകം ചെയ്യപ്പെട്ട തൈലത്താൽ മുദ്രവെക്കുന്നത് നിങ്ങളുടെ കട്ടിലിനെ വിശുദ്ധമായ സംരക്ഷണത്തിന് വിധേയമാക്കാൻ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലെ നിങ്ങളുടെ കട്ടിൽ, നിങ്ങൾ കിടക്കുന്ന ഇടം, ആ കിടക്കുന്ന ഇടത്ത് ദൈവം തരുന്ന ആ നിർദ്ദേശങ്ങൾ കൃത്യമാമിതം എത്താൻ, അതിനെ ഹൈജാക്ക് ചെയ്യാൻ ഒരു ദുഷ്ടശക്തിയും കടന്നുകൂടാതെ, നമ്മളുടെ തയ്യാറെടുപ്പില്ലായ്മ നിമിത്തമോ നമ്മളുടെ ഒരുക്കമില്ലായ്മ കൊണ്ടോ കർത്താവിൽ നിന്നും വരേണ്ടതായ ഒരു സന്ദേശം നമ്മൾക്ക് പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നൊരു തലം. പലപ്പോഴും ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് പൂർത്തിയാക്കേണ്ടതായ സാഹചര്യത്തിന് പകരം മറ്റുള്ളവർ വന്ന് നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ അന്നേരത്തിന് നേരം എടുത്തു പോകും, അല്ലെങ്കിൽ ഫോൺ റിങ് ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ചുമ വരും, നമുക്ക് അന്നേരം പെട്ടെന്ന് നമ്മൾ ഞെട്ടി എഴുന്നേക്കും. ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങൾ പലപ്പോഴും ആ ഒരു ഇൻഫോർമേഷനെ ബ്രേക്ക് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളതായ ഡിസ്ട്രാക്ഷൻസ് സംഭവിച്ചാലും ആ ഒരു ഇൻഫോർമേഷൻ പിന്നീട് നമുക്ക് കണക്റ്റഡ് ആകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രയാസമാണ്. കർത്താവ് മറ്റൊരു വഴിയിൽ അത് അറിയിക്കും, ഇല്ലെന്നല്ല. എന്നാലും നമുക്ക് ആ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരാശയം ദൈവസന്നിധിയിൽ കണ്ടുകൊണ്ടിരുന്നത് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ജീവിത കർത്തവ്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് മാറിയിരുന്ന് കർത്താവെ എന്നെ ആ കാര്യത്തിലേക്ക് ഒരിക്കൽ കൂടെ കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ഒരു സാധാരണ സമയത്തേക്കാൾ കൂടുതൽ മുന്നോട്ടേക്ക് നീങ്ങാനും അല്പമായിട്ട് അവിടെ നിന്ന് വിശ്രമിക്കാനും കഴിയുന്നത് ഒരു മയക്കത്തിലേക്ക് ആ പ്രാർത്ഥന പോയിക്കൊള്ളട്ടെ. നല്ല കാര്യമാണ്. ആ മയക്കാവസ്ഥയിൽ, അതായത് ബോധമുണ്ടെന്ന് വെച്ചാൽ ഉണ്ട് താനും, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. ഉറക്കമാണോ? അതെ. എന്നാൽ നല്ല ബോധമുണ്ട് താനും. അങ്ങനെയുള്ള ഒരു ദർശനാവസ്ഥയുടെ തലത്തിലേക്ക് നമ്മൾ പോവുകയും ആ സമയത്ത് കർത്താവ് മുൻപ് നമുക്ക് പൂർത്തിയാക്കി കാണാൻ കഴിയാതെ പോയ ആ കാഴ്ചയുടെ ബാക്കി ഭാഗം നമ്മളെ കാണിച്ചു തരികയും ചെയ്യും. എനിക്കിത് ഒത്തിരി അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ഉറക്കങ്ങളും നിങ്ങളുടെ ഉണർവുകളും നിങ്ങളുടെ പ്രാർത്ഥനകളും വളരെ നിർണായകമാണ്, പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളിത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഇതങ്ങനെ അധികം ആരും പ്രതിപാദിക്കാത്ത വിഷയമാണ്. നിങ്ങളുടെ ആത്മീക സന്തോഷത്തിൻ്റെ പുരോഗതിക്കായി, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം സമഗ്രമായി മുന്നോട്ടേക്ക് നീങ്ങേണ്ടതിന് ഞാനിത് നൽകിയിരിക്കുകയാണ്. കർത്താവ് ഈ ഒരു നിയോഗം നൽകുമ്പോൾ ഒത്തിരി പേരുടെ ലൈഫിൽ ഇത് വഴിത്തിരിവാകുമെന്ന് എനിക്കറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹീതങ്ങളായ ഈ നിമിഷത്തിൽ ഞങ്ങളോട് പറഞ്ഞ ദൈവശബ്ദത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു കർത്താവിനെ ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓരോ നിദ്രാനേരങ്ങളിലും ഞങ്ങളുടെ ബെഡിനരികെ കടന്നു വന്ന് ഞങ്ങളെ സന്ദർശിക്കുന്ന ദൈവദൂതന്മാരുടെ സന്ദർശനങ്ങൾക്കും ഞങ്ങൾക്ക് നൽകുന്ന ദിവ്യ ആലോചനകൾക്കും ഞങ്ങൾ ദൈവപിതാവിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ദാസന്മാരെ അറിയിക്കാതെ അവിടുന്ന് ഒന്നും ചെയ്യാറില്ല. തങ്ങൾ ഏകാചിത്തരായിരിക്കുന്ന തൻ്റെ മക്കളോട് ദൈവം ഹൃദയം തുറന്ന് സംസാരിക്കുന്നവനാണ്. പലപ്പോഴും വാക്കുകൾ കൊണ്ട് വിവരിപ്പാൻ കഴിയാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സ്വപ്നങ്ങൾ കൂടിയേറി അത്തരത്തിൽ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ തേടി വരുന്ന എല്ലാ സ്വർഗീയ സ്വപ്നങ്ങളെയും സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് ഞങ്ങൾക്ക് നൽകി തരുന്ന ദൈവകൃപയ്ക്ക് സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ട സകലരെയും അനുഗ്രഹിക്കണം. കർത്താവെ, ഇന്നു മുതൽ ഇതിൽ വളരെ ജാഗ്രതയോടുകൂടെ ശ്രദ്ധ പുലർത്തി ജീവിപ്പാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണം. തെറ്റിപ്പോകുന്ന ലോകത്ത് വഴിതെറ്റിക്കുന്ന 100 സാഹചര്യങ്ങളുടെ നടുവിൽ കൃത്യമായ ദിശ, കൃത്യമാവിധമുള്ളതായ ഡയറക്ഷൻ കർത്താവിൽ നിന്ന് അനുനിമിഷം പ്രാപിപ്പാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഈ കാരണങ്ങളാൽ ദൈവം സഹായിക്കണം. ഇന്നത്തെ ശുശ്രൂഷ ധന്യമാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു.
ഈ പ്രാർത്ഥനയിൽ എന്നോടുകൂടെ നിയോഗങ്ങളെ സമർപ്പിച്ചിരിക്കുന്നവരുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക്, ആരോഗ്യപരമായ സൗഖ്യമണ്ഡലങ്ങൾക്കും, ദൈവമേ ബന്ധങ്ങൾക്കിടയിലെ വിള്ളലുകൾക്കും എല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ അയക്കുമാണ്. ഒരു സന്തോഷം ദൈവം നൽകുന്നു. പിടിച്ചിരിക്കാൻ വയ്യാതെ ജീവിത പ്രതിസന്ധികൾക്കപ്പുറത്ത് ജീവകിരീടത്തിൻ്റെ നന്മ നൽകി ഞങ്ങളെ ഉയർത്തുന്ന ജയാളിയാകുവാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അതുല്യമായ അനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചൊല്ലിക്കൊടുത്ത് ഇവരെ ഉയർത്തുമാണ്. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒത്തിരി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അനുഗ്രഹീതമായ ഫാസ്റ്റിംഗ് പ്രയർ കോട്ടയത്ത് നമ്മളുടെ ചർച്ചിൽ വെച്ച് നടക്കുന്നു. ഒരുപാട് പേർക്ക് സംശയമുണ്ട്. കാരണം ഇന്ന് VBS നടക്കുന്നല്ലേ ഫസ്റ്റ് അപ്പോൾ പ്രയറുണ്ട്. VBSൻ്റെ വഴിക്ക് നടക്കുന്നു, ശുശ്രൂഷയുടെ വഴിക്ക് പുറത്ത് നടക്കുന്നു. അപ്പോൾ 2 ഹോളുകളുണ്ടല്ലോ. നിങ്ങൾ വരിക. ഇന്ന് അല്പം നേരത്തെ പ്രയർ നിർത്തും VBS ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ വരണം. നേരത്തെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന് കൂട്ടായ്മയിൽ പങ്കുചേർന്ന് പോകാൻ കഴിയുള്ളൂ. കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ VBSൻ്റെ ഭാഗമായിട്ട് ക്രമീകരിക്കാൻ നാളെ എൻ്റെ ഫൈനൽ ഡേ ആണ്. ഞങ്ങൾ അല്പം തിരക്കിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇതിന് എല്ലാവരെയും പ്രാർത്ഥിച്ച് ഞാൻ മടക്കി അയക്കുകയുള്ളൂ. ആ കാര്യം കൊണ്ട് അറിയിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ വലിയ സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.